ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ സ്പ്രീ നദിക്കു കുറുകെയുള്ള ഒരു പാലത്തിൽ നിൽക്കുകയാണ് ഞാൻ. പുതുതായി രൂപപ്പെട്ടുവരുന്ന പട്ടണഭാഗങ്ങളാണിത്. നദിയിൽ ടൂറിസ്റ്റുകൾക്കായുള്ള ബോട്ടുകൾ നീങ്ങുന്നു. ഗുസ്താവ് ഹെയ്ൻമാൻ പാലം, അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നീണ്ടുകിടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല, തിരികെ നടന്നു. ജർമ്മനിയുടെ ഭരണസിരാകേന്ദ്രമായ ചാൻസലറിയാണ് അക്കാണുന്നത്. രാജ്യഭരണത്തിന്റെ തീരുമാനങ്ങളെല്ലാം വരുന്നത് അവിടെ നിന്നാണ്. അതിന്റെ നേരെ എതിർവശത്ത് പോൾ ലോബെ ഹൗസ്. അതിന്റെ സമീപത്തേക്കാണ് ഞാൻ നടന്നത്. അടുത്ത കാലത്ത് രൂപപ്പെടുത്തിയ ഉദ്യാനഭാഗങ്ങൾ. മഴയുള്ളതുകൊണ്ടും മഞ്ഞുകാലം തുടങ്ങിയതുകൊണ്ടും അത്രയൊന്നും ഭംഗിയോടെയല്ല ഇത് നിലകൊള്ളുന്നത്. ഒരു ബൃഹത് നിർമ്മിതിയാണ് പോൾ ലോബെ ഹൗസ്. ജർമ്മനിയുടെ പല പാർലമെന്ററി കമ്മിറ്റികളുടെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് അതിനകത്താണ്. റെയ്ഖ്സ്ടാഗ് എന്ന ജർമ്മൻ പാർലമെന്റിനോട് ചേർന്നാണ് ഈ കെട്ടിടം. ചുവട്ടിലുള്ള മനുഷ്യരുടെ പൊക്കവുമായി താരതമ്യം ചെയ്താൽ കെട്ടിടത്തിന്റെ വൈപുല്യം വ്യക്തമാകും. പാർലമെന്റിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായാണ് 2001 ഈ മന്ദിരം നിർമ്മിച്ചത്. ഒരു മോഡേൺ ബിൽഡിംഗ്. ബെർലിൻ മതിലിന്റെ ഒരു ഭാഗം നിലനിന്ന സ്ഥലം ഒത്ത മധ്യത്തിൽ വരും വിധമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇരു ജർമ്മനികളും ദൃഢമായി ഒന്നു ചേർന്നതിനെ പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ് അതിലൂടെ. നടന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലേക്കെത്തുമ്പോൾ ഇവിടെ കറുത്ത കുടികളുമായി കുറെ ആളുകളുണ്ട്. പരിസ്ഥിതി സംഘടനയായ എക്സ്റ്റിൻഷൻ റിബല്യന്റെ പ്രവർത്തകരാണ്. എക്സ്ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പ്രതിഷേധ സമരക്കാർ തമ്പടിച്ചിരിക്കുന്നിടത്ത് നേരത്തെ ഞാൻ പോയിരുന്നല്ലോ. അടുത്ത പ്രതിഷേധ പ്രകടനത്തിന് ഇറങ്ങിയിരിക്കുകയാണിവർ. ഭൂമി മാതാവിനെ ശവപേടകത്തിലാക്കി സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു കറുത്ത വേഷധാരികൾ. പ്രതീകാത്മകമായ ഒരു പരിപാടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ പ്രതിഷേധങ്ങൾ തന്നെ ബെർലിനിൽ നടത്തി വരികയാണിവർ. പ്രകൃതിയുടെ നിലനിൽപ്പിനായുള്ള പ്രതിഷേധങ്ങൾ. എംപിമാരുടെ ഓഫീസുകളും മറ്റുമുള്ള പോൾ ലോബെ ഹൗസിനു നേരെയാണ് പ്രതിഷേധക്കാർ നീങ്ങുന്നത്. പോലീസ് പ്രതിഷേധക്കാരുടെ പിന്നാലെ തന്നെയുണ്ട്. പോലീസുകാരുടെ നമ്പർ അവരുടെ പുറംകുപ്പായത്തിൽ വലുതായി എഴുതി വച്ചിരിക്കുന്നു. പ്രതിഷേധക്കാർ നിയമം ലംഘിക്കുന്നില്ലെങ്കിലും അവരെ നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് കൂടെ തന്നെ വേണം. ഒരേ സമയം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവരുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. പാർലമെന്റ് മന്ദിരമാണിത്. 1990-കൾക്ക് ശേഷമാണ് ഇത് ഈ വിധം പുനർനിർമ്മിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ച മന്ദിരം യുദ്ധാനന്തരം കിഴക്കൻ ജർമ്മനിയിലായിരുന്നു. 1933-ൽ നാസി പാർട്ടിക്കാർ തീയിട്ട് നശിപ്പിച്ചതോടെ തന്നെ റെയ്ഖ്സ്ടാഗ് ബിൽഡിംഗിന്റെ പ്രാധാന്യം നഷ്ടമായിരുന്നു. യുദ്ധത്തിൽ ബോംബ് വീണ് കുറേ ഭാഗങ്ങൾ നശിക്കുകയും ചെയ്തു. യുദ്ധാനന്തരം കിഴക്കൻ ജർമ്മനി ഔദ്യോഗിക കാര്യങ്ങൾക്കൊന്നും ഇതുപയോഗിച്ചില്ലെങ്കിലും ഒരു ചരിത്ര മന്ദിരമെന്ന നിലയിൽ സംരക്ഷിച്ചു നിർത്താൻ നടപടിയെടുത്തു. ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ സോവിയറ്റ് ചെമ്പടയും നാസി സൈന്യവും തമ്മിലുള്ള അന്തിമ പോരാട്ടങ്ങളിലൊന്ന് നടന്നത് റെയ്ഖ്സ്ടാഗ് ബിൽഡിംഗിന്റെ മുറ്റത്ത് വച്ചായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചകലെയായി ചരിത്രപ്രസിദ്ധമായ ബ്രാൻഡൻബർഗ് ഗേറ്റ് കാണാം. അതിന്റെ ചുവട്ടിലേക്ക് നടന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഭാഗികമായി തകർന്ന ഗേറ്റ് കിഴക്കൻ പടിഞ്ഞാറൻ ജർമ്മനികൾ സംയുക്തമായി പുനർനിർമ്മിച്ചതാണ്. എന്നാൽ ബെർലിൻ നഗരത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് 1961-ൽ ബെർലിൻ മതിൽ നിർമ്മിച്ചപ്പോൾ ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞുപോയി. പാരീസർ പ്ലാറ്റ്സ് എന്നാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ക്വയറിന്റെ പേര്. ശീതയുദ്ധകാലത്ത് ഈ പ്രദേശം ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബെർലിൻ മതിൽ കടക്കാൻ ശ്രമിച്ചാൽ വെടിയേറ്റു വീഴും എന്നതുകൊണ്ടായിരുന്നു അത്. അക്കാണുന്നത് US എംബസിയാണ്. ഇപ്പോഴും ബെർലിനിലെ ഒരു പ്രധാന സ്ഥലമാണ് ബ്രാൻഡൻബർഗ് ഗേറ്റ് പരിസരം. ബെർലിൻ സന്ദർശിക്കുന്നവർ ഇവിടെയൊന്ന് വരാതെ മടങ്ങാറില്ല. വലിയൊരു ചത്തുരമാണ് പാരീസർ ഫ്ലാറ്റ്സ്.
പണ്ട് ഉന്നതരായ പല നാസി നേതാക്കളുടെയും താമസയിടങ്ങളായിരുന്നു ഈ കെട്ടിടങ്ങൾ. ബെർലിൻ നഗരത്തെ ഹിറ്റ്ലറുടെ സ്വപ്നതുല്യമായി മാറ്റിപ്പണിയാൻ രൂപരേഖ തയ്യാറാക്കിയ നാസി മന്ത്രി ആൽബർട്ട് സ്പീർ ആയിരുന്നു അതിലൊരാൾ. യുദ്ധസമയത്താകട്ടെ കെട്ടിടങ്ങൾ മിക്കതും ബോംബ് സ്ഫോടനത്തിൽ തകർന്നു. യുദ്ധാനന്തര കാലത്ത് അതൊന്നും പുനർനിർമ്മിക്കാൻ കാര്യമായ നീക്കങ്ങളുണ്ടായില്ല. ജർമ്മനിയുടെ ഏകീകരണത്തിന് ശേഷമാണ് സ്ക്വയറും ചുറ്റുമുള്ള മന്ദിരങ്ങളുമെല്ലാം ഇക്കാണുന്ന വിധം ഒരുക്കിയെടുത്തത്. ഈ സ്ക്വയറിനടിയിൽ ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. ശീതയുദ്ധകാലത്ത് പ്രവർത്തനം നിലച്ചുപോയ സ്റ്റേഷനായിരുന്നു അത്. ഇപ്പോൾ ബ്രാൻഡൻബർഗ് ഗേറ്റും പരിസരവും പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരായ എക്സാറിന്റെ ഒരു ടെന്റ് ഇവിടെയുമുണ്ട്. പാരീസർ പ്ലാറ്റ്സിലേക്ക് വന്നു ചേരുന്ന ഉണ്ടർ ഡെൻ ലിൻഡൻ സ്ട്രീറ്റിലൂടെ നടന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള പാതയാണിത്. കുറെ കൂടി പിറകിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ബ്രാൻഡൻബർഗ് ഗേറ്റിന്റെ കാഴ്ച. 4 കുതിരകളെ പൂട്ടിയ രഥം തെളിച്ചു വരുന്ന വിജയദേവതയുടെ ശില്പമാണ് ഗേറ്റിനു മുകളിൽ. ഇക്കാണുന്നത് അഡ്ലോൺ ഹോട്ടലാണ്. ഒരു കാലത്ത് യൂറോപ്പിലെ തന്നെ പ്രമുഖ ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഇത്. അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, ഹെർബർട്ട് ഹൂവർ എന്നിവരൊക്കെ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ് അഡ്ലോൺ. ഉണ്ടർ ഡെൻ ലിൻഡൻ സ്ട്രീറ്റിലൂടെ നടന്ന് മറ്റൊരു പ്രധാന തെരുവിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിൽഹം സ്ട്രാസെ. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഇവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ടൊരു പ്രദേശമായിരുന്നു അന്നിത്. ഹിറ്റ്ലറുടെ കാര്യാലയം, ഗെസ്റ്റപ്പോയുടെ ഓഫീസ്, സൈനിക കാര്യാലയം, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയെല്ലാം ഈ സ്ട്രീറ്റിനോട് അനുബന്ധമായിട്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ ഏതു സമയത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. വിവിധ രാജ്യങ്ങളുടെ എംബസികളും മന്ത്രിമാരുടെ ഓഫീസുകളും ഇവിടെ ഉണ്ടെന്നതാവാം കാരണം. തെരുവിന്റെ ഇരുവശങ്ങളിലും ഇന്ന് കാണുന്നതെല്ലാം പുതിയ മന്ദിരങ്ങളാണ്. പഴയവയത്രയും യുദ്ധകാലത്ത് ബോംബ് വീണ് തകർന്നിരുന്നു. യുദ്ധാനന്തരം ഏതാനും കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചു. സോവിയറ്റ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷനായിരുന്നു അതിൽ പ്രവർത്തിച്ചത്. ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും സോവിയറ്റ് നേതാക്കളും അക്കാലത്ത് മോസ്കോയിൽ നിന്നും പതിവായി ഇവിടെ എത്തിയിരുന്നു. ഇതിവിടുത്തെ റഷ്യൻ എംബസിയാണ്. 1990-കൾ വരെ ഇവിടെ ഏറ്റവും പ്രാധാന്യമാർന്ന എംബസി സോവിയറ്റ് യൂണിയന്റേതായിരുന്നു. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശമെല്ലാം അന്ന്. ഇപ്പോൾ റഷ്യൻ പതാകയുമായി എംബസി നിൽപ്പുണ്ടെങ്കിലും അമേരിക്കയ്ക്കുള്ളത്ര സ്വാധീനം അവർക്ക് ജർമ്മനിയിലില്ല. കുറേയേറെ ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളുണ്ട് ഇവിടെ. ബെർലിനിലെ രാജപാതയെന്ന് ഈ തെരുവിനെ വിശേഷിപ്പിക്കാം. പാരീസിന് ചാംസ് എലീസി എന്നതുപോലെയാണ് ബെർലിന് ഉണ്ടർ ഡെൻ ലിൻഡൻ തെരുവ്. ഇക്കാണുന്നതൊക്കെ റഷ്യൻ എംബസിയുടെ ഭാഗമായ കെട്ടിടങ്ങൾ തന്നെയാണ്. അങ്ങകലെ ഒരു ടവർ കാണാം. ഇവിടുത്തെ ഒരു ടെലിവിഷൻ ടവറാണത്. സന്ദർശകർക്ക് അതിനു മുകളിൽ കയറാം. ഒരു ഒബ്സർവേഷൻ ഡെക്കുമുണ്ടതിൽ. ഇന്നു പക്ഷേ അതിനു മുകളിൽ നിന്നാൽ വ്യക്തമായ ദൃശ്യം ലഭിക്കണമെന്നില്ല. കാലാവസ്ഥ മോശമാണല്ലോ. വലതുവശത്ത് ഇക്കാണുന്നത് സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളാണ്. യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഇത്തരത്തിലുള്ള കുറേ കെട്ടിടങ്ങൾ സോവിയറ്റ് കാലത്ത് നഗരത്തിൽ നിർമ്മിച്ചിരുന്നു. ഇത് ബെർലിൻ സ്റ്റോർ എന്ന സ്ഥാപനമാണ്. സുവനീറുകളും സ്കാർഫുകളുമെല്ലാം വിൽക്കുന്ന സ്റ്റോർ. അവിടെ ടൂറുകൾ ബുക്ക് ചെയ്യുകയുമാവാം. ഇനി അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്കുള്ള ധാരാളം റെസ്റ്റോറന്റുകളും മറ്റും കാണാം. ഇതെല്ലാം ഉണ്ടർ ഡെൻ ലിൻഡൻ തെരുവിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഭാഗങ്ങൾ. നല്ല കാലാവസ്ഥയുള്ള ദിനങ്ങളിൽ ഇവിടെയെല്ലാം വലിയ ജനത്തിരക്കായിരിക്കും. കൗതുകരൂപമുള്ള ചില പരസ്യവാഹനങ്ങളും കാണാം ഇവിടെ. 1990-ൽ കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഒന്നായി ചേരുമ്പോൾ 2 രാജ്യങ്ങളും തമ്മിൽ വലിയ സാമ്പത്തിക അന്തരമുണ്ടായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക പിന്തുണയിൽ വലിയ വളർച്ച നേടിയിരുന്നു പടിഞ്ഞാറൻ ജർമ്മനി. കിഴക്കൻ ജർമ്മനിയാകട്ടെ വലിയ ദാരിദ്ര്യത്തിലുമായിരുന്നു.
1980-കളിൽ സോവിയറ്റ് യൂണിയനിലുണ്ടായ രാഷ്ട്രീയ അസ്വസ്ഥതകൾ കിഴക്കൻ ജർമ്മനിയിലേക്കും വ്യാപിക്കുകയും ചെയ്തിരുന്നു. രണ്ട് ജർമ്മനികളുടെയും കൂടിച്ചേരൽ കിഴക്കൻ ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനിയിൽ ലയിക്കുന്നതിന് സമാനമായി. കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞിരുന്ന കിഴക്കൻ ജർമ്മനിക്ക് ലയിക്കുന്നതിൽ വലിയ പ്രയാസവുമുണ്ടായില്ല. ബെർലിൻ സ്റ്റേറ്റ് ലൈബ്രറിയാണ് ഇത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്ന്. 1.25 കോടി പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിലുള്ളത്. ലോകത്ത് ഏറ്റവും അപൂർവമായ 2 ലക്ഷത്തോളം പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും വേറെ. 13.5 ദശലക്ഷം ഇമേജുകളും 27 ലക്ഷം മൈക്രോ ഫിലിമുകളും അവിടെയുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ലൈബ്രറിയാണ്. സഞ്ചാരത്തോടൊപ്പം യാത്രകൾ നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. ചുരുങ്ങിയ ചെലവിൽ പരമാവധി സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട്, രുചിവൈവിധ്യം അനുഭവിച്ചുകൊണ്ട് വിദേശയാത്രകൾ നടത്താം. ത്രില്ലിംഗ് തായ്ലാൻഡ്. തായ്ലാൻഡിലെ ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മെറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽക്കാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. തായ്ലാൻഡിൽ 4 പകലും 3 രാത്രിയും. ടൂറുകൾക്കുള്ള ബുക്കിംഗ് തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. ഈ പ്രദേശമെല്ലാം 2-ാം ലോക മഹായുദ്ധകാലത്ത് വലിയ തോതിൽ നാശത്തിന് വിധേയമായതായിരുന്നു. ജർമ്മനിയുടെ തന്നെ ഏറ്റവും പ്രാധാന്യമാർന്ന ഭാഗമായിരുന്നു അന്നിത്. ക്ലാസിക് ബെർലിന്റെ ഭാഗമായിരുന്ന പ്രദേശം. ഇതാണ് പ്രശസ്തമായ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി. 55 നോബൽ സമ്മാന ജേതാക്കളെ സംഭാവന ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ പഠിച്ചിറങ്ങിയവരും അധ്യാപകരുമൊക്കെയായ 55 പേരാണ് നോബൽ സമ്മാനം നേടിയിരിക്കുന്നത്. ഒരത്ഭുതം തന്നെയാണത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 1810-ൽ പ്രവർത്തനം തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ്. 1933-ൽ നാസികൾ ജർമ്മനിയുടെ അധികാരം പിടിക്കുന്നതുവരെയും യൂറോപ്പിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലൊന്നായി നിലനിന്നു ഇത്. യൂണിവേഴ്സിറ്റി കെട്ടിടത്തിന് മുന്നിൽ ഒരു പ്രതിമയുണ്ട്. പ്രഷ്യൻ രാജാവായിരുന്ന ഫ്രെഡറിക് വിൽഹം മൂന്നാമന്റെ പ്രതിമയാണ്. അദ്ദേഹമാണ് ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെ ഈ വലിയ സ്ക്വയർ ബെബേൽ പ്ലാറ്റ്സ് എന്നറിയപ്പെടുന്നു. അതിന്റെ ഒരു ഓരത്തുകൂടിയാണ് ഉണ്ടർ ഡെൻ ലിൻഡൻ തെരുവ് കടന്നു പോകുന്നത്. സ്ക്വയറിന്റെ ഒരു വശത്ത് യൂണിവേഴ്സിറ്റി, അതിനിപ്പുറം സ്ട്രീറ്റ്. 18-ാം നൂറ്റാണ്ടിൽ ഫെഡറിക് രണ്ടാമൻ രാജാവിന്റെ ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് ഈ ചത്വരം. ഇതിനു ചുറ്റും പ്രൗഢമായ കുറേ മന്ദിരങ്ങളാണ്. ഇതാണ് ബെർലിനിലെ തന്നെ ഏറ്റവും ആഠ്യത്വമാർന്ന സ്ക്വയർ എന്ന് തോന്നും. ഇക്കാണുന്നതാണ് ഇവിടുത്തെ ഓപ്പറ ഹൗസ്, ബെർലിൻ സ്റ്റേറ്റ് ഓപ്പറ ഹൗസ്. അതിന്റെ നേരെ എതിർവശത്താണ് ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി. 32,000-ത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ. 2500 അധ്യാപകരുമുണ്ടിവിടെ. ഇതും ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കെട്ടിടമാണ്. റോഡിന്റെ എതിർവശത്ത് സ്ക്വയറിന്റെ ഒരു ഓരത്താണത്. അതിനപ്പുറം ഹോട്ടൽ ഡി റോം, പിന്നെ സെന്റ് ഹെഡ്വിഗ്സ് കത്തീഡ്രൽ.
ഈ പിങ്ക് കെട്ടിടമാണ് സ്റ്റേറ്റ് ഓപ്പറ. ഞാൻ സ്ക്വയറിൽ നിന്ന് 360 ഡിഗ്രിയിൽ ഒരു ഷോട്ട് എടുക്കുകയാണ്. ഒരു ഭാഗത്ത് ഉണ്ടർ ഡെൻ ലിൻഡൻ സ്ട്രീറ്റ് കടന്നു പോകുന്നു. അതിനപ്പുറം ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി, അതിനോട് ചേർന്ന് ബെർലിൻ സ്റ്റേറ്റ് ലൈബ്രറി. പ്രഗത്ഭരായ ചിന്തകരും സാഹിത്യകാരന്മാരും പ്രൊഫസർമാരുമെല്ലാം നൂറ്റാണ്ടുകളായി ഇവിടുത്തെ സാന്നിധ്യമായിരുന്നു. ഇതാണ് സ്ക്വയറിന്റെ ഒരു ഭാഗത്തു നിന്നുമുള്ള കാഴ്ച. സെന്റ് ഹെഡ്വിഗ്സ് കത്തീഡ്രൽ മനോഹരമായ ഒരു നിർമ്മിതിയാണ്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ റോമൻ കാത്തലിക് ദേവാലയം. ബെർലിൻ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയവും അതാണ്. നാസി ഭരണകാലത്ത് വലിയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ചത്വരമാണ് ബെബേൽ പ്ലാറ്റ്സ്. ഹിറ്റ്ലറുടെ വിശ്വസ്തനും നാസി പ്രചരണ വിഭാഗം തലവനുമായിരുന്ന ജോസഫ് ഗീബൽസ് പലതവണ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നാസികൾ ജൂതന്മാരെ വലിയ തോതിൽ പീഡിപ്പിക്കുകയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന കാലം. 1938 നവംബർ 9 രാത്രിയിൽ സെന്റ് ഹെഡ്വിഗ്സ് കത്തീഡ്രലിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അന്നത്തെ വൈദികനായിരുന്ന ബേൺഹാർഡ് ലിച്ചൻബർഗ് സഹജീവികളായ ജൂതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം നാസികളുടെ പിടിയിലാവാൻ പിന്നെ താമസിച്ചില്ല. ഭീകരമായ മർദ്ദനത്തിനൊടുവിൽ ദഹാവു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഫാദർ ബേൺഹാർഡ് മരിച്ചു. 1965 അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് ഈ പള്ളിയുടെ നിലവറയിൽ സംസ്കരിക്കുകയായിരുന്നു. നാസികൾ അധികാരത്തിൽ വന്ന ശേഷം ഈ ചത്തുരത്തിൽ വെച്ച് വലിയൊരു ചരിത്ര സംഭവമുണ്ടായി. നാസികളുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ പുസ്തകങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയ നാളുകളിലായിരുന്നു അത്. 1933 മെയ് 10 നാസി അനുകൂലികളായ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നും പിടിച്ചെടുത്ത പുസ്തകങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ചു. 1,000,000-ലധികം അപൂർവ ഗ്രന്ഥങ്ങളാണ് അന്നിവിടെ അഗ്നിക്കിരയായത്. ജർമ്മൻ ദേശീയതയ്ക്ക് നിരക്കാത്തതെന്ന് നാസികൾക്ക് തോന്നിയ പുസ്തകങ്ങൾ കത്തിക്കുന്ന വലിയ ക്യാമ്പയിനാണ് അന്ന് നടന്നത്. ഗീബൽസ് ആയിരുന്നു ആ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത്. ആ സംഭവത്തിന്റെ സ്മാരകമാണ് സ്ക്വയറിന്റെ മധ്യത്തിൽ ഈ ഗ്ലാസിനടിയിലുള്ളത്. 1995 ഈ സ്മാരകം ഇവിടെ സ്ഥാപിച്ചത്. ചില്ലിനകത്തുകൂടി ശൂന്യമായ ബുക്ക് ഷെൽഫുകളോട് കൂടിയ ഒരു ലൈബ്രറി മുറി കാണാം. 1,00,000 പുസ്തകങ്ങൾ സൂക്ഷിക്കാവുന്ന ഷെൽഫുകളാണ്. നാസി ദുർദിനങ്ങളുടെ ഓർമ്മകളുമായി നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റി മന്ദിരമെന്ന് തോന്നും. ആഠ്യത്വമാർന്ന ഒരു നിർമ്മിതി. 1933 പുസ്തകം കത്തിക്കൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ കൽമുറ്റത്ത് 40,000 പേരാണ് എത്തിയത്. ഇതാണ് ഹോട്ടൽ ഡി റോം. 1889 നിർമ്മിച്ച ഒരു ബാങ്ക് കെട്ടിടമായിരുന്നു ഇത്. 2-ാം ലോക മഹായുദ്ധാനന്തരമാണ് അതൊരു ഹോട്ടലാക്കി മാറ്റിയത്. സെന്റ് ഹെഡ്വിഗ്സ് കത്തീഡ്രലിന് സമീപത്താണ് ഹോട്ടൽ ഡി റോം. കൂടുതൽ ടൂറിസ്റ്റുകൾ ചത്തുരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പുസ്തകം കത്തിക്കലിലൂടെയാണ് ബെബേൽ പ്ലാറ്റ്സ് ഇന്ന് ചരിത്രത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. ആ കളങ്കം മായ്ച്ചു കളയാനെന്നോണം 1990-കൾ മുതൽ എല്ലാ വർഷവും മെയ് 10 ഒരു പരിപാടി ഇവിടെ നടക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മികച്ച പുസ്തകങ്ങൾ ഇവിടെ വെച്ച് വിൽക്കും. കുറേ പുസ്തകങ്ങൾ ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതും പതിവാണ്. 1946 സഖ്യകക്ഷികൾ ജർമ്മനിയിലെ നാസി ഗ്രന്ഥങ്ങൾ പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത. ഞാൻ ബെർലിൻ സ്റ്റേറ്റ് ഓപ്പറയുടെ മുന്നിലേക്കെത്തി. 1741 നിർമ്മിച്ച ഓപ്പറ ഹൗസാണിത്. അക്കാലത്ത് യൂറോപ്പിലെ തന്നെ മികച്ച ഓപ്പറ ഹൗസുകളിലൊന്ന്. തുടക്കകാലം മുതൽ ധാരാളം ജൂതന്മാർ ഇവിടെ കലാകാരന്മാരായി ഉണ്ടായിരുന്നു. നാസികൾ അധികാരം പിടിച്ചതോടെ അവർ ജൂതരെയെല്ലാം ഓപ്പറയിൽ നിന്ന് പുറത്താക്കി. എങ്കിലും നാസി കാലത്തും ഏറെ സജീവമായിരുന്നു ഈ ഓപ്പറ ഹൗസ്. രാജകീയ അലങ്കാരങ്ങളോടുകൂടിയ അകത്തളമാണ് ഇതിൻ്റേത്. അകമൊന്ന് കാണാൻ ഞാൻ ചെന്നപ്പോഴേക്കും വാതിലടഞ്ഞു. ബെബേൽ പ്ലാറ്റ്സിൽ തന്നെയാണ് സ്റ്റേറ്റ് ഓപ്പറയുടെ സ്ഥാനം. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഉദ്യാനമുണ്ട്. അവിടെ പഴയ സൈന്യാധിപന്മാരുടെയും മറ്റും പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. വെളുത്ത മാർബിൾ ശില്പങ്ങൾ,
ഓപ്പറ ഹൗസിനരികിൽ വരെ എത്തി നിൽക്കുകയാണ് ഉദ്യാനം. പണ്ട് ഇവിടെയെല്ലാം രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഉദ്യാനത്തോട് ചേർന്ന് പഴയ കൊട്ടാരത്തിന്റെ ഭാഗമായ ചില കെട്ടിടങ്ങളൊക്കെ കാണാം. നേരെ എതിർവശത്ത് കൊറിന്തിയൻ ശൈലിയിലുള്ള ഒരു നിർമ്മിതിയുണ്ട്. ന്യുവേ വാഹെ എന്നാണ് അതിൻ്റെ പേര്. ഒരു യുദ്ധസ്മാരകമാണത്. 1816 നിർമ്മിതമായ കാലത്ത് അതൊരു ഗാർഡ് ഹൗസായിരുന്നു. 1931 കെട്ടിടം യുദ്ധസ്മാരകമാക്കി മാറ്റിയത്. ഇതിനകത്ത് ഒരു ശില്പവും മറ്റുമുണ്ട്. നാസികൾ പല അനുസ്മരണ ചടങ്ങുകളുടെയും വേദിയായി യുദ്ധസ്മാരകത്തെ ഉപയോഗിച്ചിരുന്നു. കൊട്ടാരങ്ങളുടെ കാവലിനായി പണ്ട് പ്രത്യേകമായൊരു സേനാവിഭാഗമുണ്ടായിരുന്നു ഇവിടെ. കിഴക്കൻ ദിശയിൽ ഞാൻ വീണ്ടും നടത്തം തുടരുകയാണ്. പഴയകാലത്തെ പ്രഷ്യയുടെ ക്രൗൺ പ്രിൻസിന്റെ കൊട്ടാരമായിരുന്നു ഇത്. കിരീടാവകാശി താമസിച്ചിരുന്ന മന്ദിരം. 17-ാം നൂറ്റാണ്ടിൽ പണിതതാണിത്. ഇപ്പോൾ നാഷണൽ ആർട്ട് ഗാലറിയുടെ ഒരു ഭാഗം ഇതിനകത്താണ്. അങ്ങകലെ വലിയൊരു പള്ളി കാണാം. വലിയ താഴികക്കുടങ്ങളോടുകൂടിയ പള്ളി. അതാണ് ബെർലിൻ കത്തീഡ്രൽ. ബെർലിനർ ഡോം എന്നാണ് പ്രാദേശികമായി അതറിയപ്പെടുന്നത്. കത്തീഡ്രലിന്റെ എതിർവശത്ത് ഒരു വലിയ കെട്ടിടം കാണാം. ബെർലിൻ പാലസ്. പുനർനിർമ്മാണം നടക്കുകയാണ് അതിൽ. കൈസർമാർ ജർമ്മൻ സാമ്രാജ്യത്തെ ഭരിച്ചത് ഈ കൊട്ടാരക്കെട്ടുകളിലിരുന്നാണ്. പിന്നീട് പ്രഷ്യയുടെ രാജാക്കന്മാരും ജർമ്മൻ ചക്രവർത്തിമാരും ആസ്ഥാനമാക്കിയത് ആ കൊട്ടാരത്തെ തന്നെയാണ്. കൂഫർ ഗ്രാബൻ എന്നൊരു ചെറു നദിയുണ്ടിവിടെ. സ്പ്രീ നദിയിലേക്ക് ചെന്നു ചേരുന്ന നദിയാണ്. ഇനി കത്തീഡ്രലിന് സമീപമെത്തണം. അവിടം ലക്ഷ്യമാക്കി നടത്തം തുടർന്നു.